നിങ്ങളുടെ സോഷ്യൽ മീഡിയ ലൈഫിന് പിന്നിലെ സൈക്കോളജി എന്താണെന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? നമുക്കൊന്ന് നോക്കിയാലോ. അപ്പോ നിങ്ങളുടെ സോഷ്യൽ മീഡിയ പ്രൊഫൈൽ അത് ശരിക്കും നിങ്ങൾ തന്നെയാണോ? ശാസ്ത്രം എന്താ പറയുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ നമ്മുടെ പേഴ്സണാലിറ്റിയെ പറ്റി സംസാരിക്കാം. സൈക്കോളജിസ്റ്റുകൾ ഇതിനെ മനസ്സിലാക്കാൻ ഒരു ഫ്രെയിംവർക്ക് ഉപയോഗിക്കുന്നുണ്ട്. ഇതിനെ ബിഗ് 5 എന്നാണ് പറയുന്നത്. നിങ്ങൾ എത്രത്തോളം ഓപ്പൺ ആണ്, അല്ലെങ്കിൽ സ്ട്രെസ്സിനെ എങ്ങനെ നേരിടുന്നു എന്നൊക്കെ ഇതിൽ വരും. അപ്പോൾ ചോദ്യം ഇതാണ്, നിങ്ങളുടെ ഓൺലൈൻ പേഴ്സണാലിറ്റിയും ഈ ബിഗ് 5ഉം തമ്മിൽ വല്ല ബന്ധവുമുണ്ടോ? ഒരു പഠനം ഇത് പരിശോധിച്ചു. അതിന്റെ റിസൾട്ട് ശരിക്കും ഞെട്ടിക്കുന്നതായിരുന്നു. നമ്മുടെ റിയൽ ലൈഫ് പേഴ്സണാലിറ്റിയും ഓൺലൈൻ പേഴ്സണാലിറ്റിയും തമ്മിൽ വലിയ ബന്ധമൊന്നും ഇല്ലെന്നാണ് കണ്ടെത്തിയത്. അപ്പം നിങ്ങൾ ആരാണെന്നതിലല്ല കാര്യം, പക്ഷെ നിങ്ങൾ എങ്ങനെ പോസ്റ്റ് ചെയ്യുന്നു എന്നതിൽ നിങ്ങളുടെ സ്വഭാവം കാണാൻ പറ്റും. ഉദാഹരണത്തിന്, നാർസിസിസം കൂടുതലുള്ളവർ ഒരുപാട് പോസ്റ്റുകളിടും, അതും കൂടുതലും അവരെക്കുറിച്ച് തന്നെയായിരിക്കും. നമ്മുടെ പ്രൊഫൈലുകൾ നമ്മളെ പൂർണ്ണമായി കാണിക്കുന്നില്ലെങ്കിൽ പിന്നെ എന്തിനാണ് നമ്മൾ ഷെയർ ചെയ്യുന്നത്, അല്ലേ? സൈക്കോളജിസ്റ്റുകൾ പറയുന്നത് ഇതിന് പിന്നിൽ വെറും 2 പ്രധാന കാരണങ്ങളേ ഉള്ളൂ എന്നാണ്. വളരെ സിമ്പിളാണ് സംഭവം. അതിലൊന്ന് സ്റ്റാറ്റസ്. നമ്മൾ ആരാണെന്ന് മറ്റുള്ളവരെ കാണിക്കാനും നമ്മുടെ സോഷ്യൽ സ്റ്റാൻഡിംഗ് കൂട്ടാനും വേണ്ടിയാണത്. രണ്ടാമത്തേത് ഇമോഷൻ. ഒരു കണ്ടന്റിനോട് നമുക്കൊരു വൈകാരിക അടുപ്പം തോന്നുമ്പോൾ നമ്മളത് ഷെയർ ചെയ്യും. ന്യൂയോർക്ക് ടൈംസ് നടത്തിയ ഒരു പഠനം ഈ 5 പ്രധാന കാരണങ്ങൾ കണ്ടെത്തി. ഇതെല്ലാം സ്റ്റാറ്റസിലേക്കും ഇമോഷനിലേക്കും തന്നെയാണ് എത്തുന്നത്. ഓക്കെ, ഷെയർ ചെയ്യുന്നത് നമുക്ക് സന്തോഷം തരും. പക്ഷേ വെറുതെ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ നമ്മുടെ തലച്ചോറിൽ എന്താ നടക്കുന്നത്? മറ്റൊരാളുടെ പെർഫെക്റ്റ് ലൈഫ് കണ്ട് എപ്പോഴെങ്കിലും ഒരു വിഷമം തോന്നിയിട്ടുണ്ടോ? ആ തോന്നലിന് സൈക്കോളജിയിൽ ഒരു പേരുണ്ട്. ഇതാണ് സോഷ്യൽ കമ്പാരിസൺ തിയറി. നമ്മൾ നമ്മളെ തന്നെ വിലയിരുത്തുന്നത് മറ്റുള്ളവരുമായി താരതമ്യം ചെയ്താണ്. സോഷ്യൽ മീഡിയ ഇത് കൂട്ടുന്നു. ഈ താരതമ്യം ചെയ്യൽ നമ്മുടെ മാനസികാരോഗ്യത്തെ ബാധിക്കുന്ന 4 പ്രധാന വഴികളിൽ ഒന്നു മാത്രമാണ്. സാമൂഹിക താരതമ്യം, വെരിഫിക്കേഷൻ തേടൽ, സൈബർ ബുള്ളിയിങ്, ഡിജിറ്റൽ അഡിക്ഷൻ. ഇതെല്ലാം വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കാം. പക്ഷേ ഇവിടെ ഏറ്റവും പ്രധാനം നിങ്ങൾ എത്ര സമയം സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നു എന്നല്ല, മറിച്ച് എങ്ങനെ ഉപയോഗിക്കുന്നു എന്നതാണ്. അതായത് ആക്റ്റീവായി പോസ്റ്റ് ചെയ്യുകയും കമന്റ് ചെയ്യുകയും ചെയ്യുന്നത് നല്ലതാണ്. എന്നാൽ വെറുതെ സ്ക്രോൾ ചെയ്യുന്നത് വിഷാദത്തിനു വരെ കാരണമാകാമത്രേ. അപ്പോ ഇതിനൊരു പരിഹാരമല്ലേ? തീർച്ചയായും ഉണ്ട്. നമുക്ക് ചെയ്യാൻ കഴിയുന്ന ചില കാര്യങ്ങളുണ്ട്. നോക്കൂ, തെറാപ്പിയിലൂടെ 83% ആളുകൾക്കും സോഷ്യൽ മീഡിയ കാരണമുണ്ടായ വിഷാദത്തിൽ നിന്ന് മാറ്റം വന്നിട്ടുണ്ട്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ, നിങ്ങളുടെ ഓൺലൈൻ വ്യക്തിത്വം ഒരു പ്രകടനമാണ്. നമ്മൾ ഷെയർ ചെയ്യുന്നത് സ്റ്റാറ്റസിനും ഇമോഷനും വേണ്ടിയാണ്. നിങ്ങൾ സോഷ്യൽ മീഡിയ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നതിലാണ് കാര്യം. വെറുതെ സ്ക്രോൾ ചെയ്യുന്നത് ഒഴിവാക്കുക. ഇനി ഈ സൈക്കോളജി അറിയാമല്ലോ. അടുത്ത തവണ ആപ്പ് തുറക്കുമ്പോൾ നിങ്ങൾ എങ്ങനെയായിരിക്കും സ്ക്രോൾ ചെയ്യുക?